ഓം നമോ നാരായണായ. ഓം ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ആത്മനമസ്കാരം. ബ്രഹ്മദേവൻ ഭഗവാന്റെ സവിശേഷ അവതാരങ്ങളെക്കുറിച്ച് നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു. സൃഷ്ടിയുടെ ആരംഭത്തിൽ തപസ് ചെയ്ത് സൃഷ്ടികർമ്മം ചെയ്യാൻ തുടങ്ങിയ ഞാനും ആദിയിലുണ്ടായ എല്ലാ മഹർഷിമാരും പ്രജാപതിമാരും അതുപോലെ തന്നെ ഈ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിൻ്റെ പരിപാലനത്തിനായി ഉണ്ടായ ധാർമ്മിക മൂല്യങ്ങളാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. അങ്ങനെയുള്ള ആ ധർമ്മം, പരിപാലകനായ മഹാവിഷ്ണു, മറ്റു ദേവന്മാർ, ഇനി ഈ പ്രപഞ്ചത്തിൻ്റെ അന്ത്യത്തിൽ സർവനാശത്തിനായി ഉണ്ടായ അധർമ്മം, അസുരന്മാർ, മഹാദേവൻ, ഇവയെല്ലാം ആ പ്രകൃതി ശക്തിയുടെ മായയിൽ നിന്നും ഉണ്ടായ വിഭിന്ന വിഭൂതികളാണ്. വിഭൂതി എന്നാൽ ഭഗവാന്റെ ശ്രേഷ്ഠമായ വിഭിന്ന ശരീരരൂപങ്ങൾ എന്നാണ് അർത്ഥം. എന്നാൽ ആ ഭഗവാൻ എടുത്ത ശരീരങ്ങളെക്കുറിച്ച് പൂർണ്ണമായും വിശദമാക്കാൻ ആർക്കും കഴിയില്ല. സർവചരാചരങ്ങളും ഭഗവാന്റെ വിഭൂതികളാണ്. അവ എണ്ണമറ്റതാണ്. എനിക്കോ നാരദമുനെ, താങ്കൾക്കോ താങ്കൾക്ക് മുൻപ് ജനിച്ച ഋഷിമാർക്കോ ആ ഭഗവാന്റെ അനന്ത വ്യക്തിത്വത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവില്ല. അപ്പോൾ പിന്നെ നമുക്ക് ശേഷമുണ്ടായവർക്കോ സാധാരണ ജനങ്ങൾക്കോ അതെങ്ങനെ സാധ്യമാകും? നമ്മളെല്ലാം ആ ശക്തിയുടെ മായയിൽ നിന്നുണ്ടായി മായയിൽ പെട്ടുകിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഭഗവാന്റെ മായാവിലാസത്തെയും ഭഗവാന്റെ വിഭൂതികളെയും പൂർണ്ണമായും അറിയാൻ പറ്റാത്തത്. ഭഗവാന്റെ ആ സവിശേഷ മാഹാത്മ്യത്തെ അറിയാൻ എത്ര കണ്ട് ശ്രമിച്ചാലും അത് സാധ്യമല്ല. അതിനൊരു വഴി മാത്രമേ ഉള്ളൂ. നിഷ്കളങ്കമായ ഭക്തിയോടെ ഭഗവാനിൽ ശരണാഗതി അടയുക. ആരാണോ ആ പരമപുരുഷനിൽ പൂർണ്ണ ശരണാഗതി അടയുന്നത്, അവർക്ക് ആ ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ മായ എന്ന തരണം ചെയ്യാൻ സാധ്യമല്ലാത്ത ആ മഹാസാഗരത്തെ തരണം ചെയ്യാൻ സാധിക്കുകയും ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊന്നും അറിയാത്ത ഭൗതിക ശരീരത്തിൻ്റെ ക്ഷേമത്തിനായി മാത്രം ജീവിക്കുന്ന മനുഷ്യർ സ്വന്തം കുടുംബം, മക്കൾ, ബന്ധുജനങ്ങൾ എന്നിവയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അവരുടെ സുഖസൗഖ്യത്തിന് വേണ്ടി മാത്രം പ്രയത്നിച്ച് ജീവിക്കുന്നു. നാരദ മഹർഷി, ഞാനും താങ്കളും സർവശക്തനായ ശിവനും അസുരകുലശ്രേഷ്ഠനായ പ്രഹ്ലാദൻ, സ്വയംഭുവമനു, ഉത്താനപാദ മഹാരാജാവ്, ദേവഹൂതി മഹാരാജാവ് ധ്രുവൻ, ഇക്ഷ്വാകു, മുജുകുന്ദ മഹാരാജാവ്, രാജർഷി ജനകൻ, അംബരീക്ഷൻ, സകരൻ, ഭീഷ്മർ, മഹാബലി, ശിബി ചക്രവർത്തി, ഉദ്ധവർ, പരാശര മഹർഷി, വിഭീഷണൻ, ഹനുമാൻ, ശ്രീ ശുകബ്രഹ്മർഷി, അർജുനൻ, വിതുരർ മുതലായവർ അമേയവും അജ്ഞേയവുമായ ആ പ്രകൃതി ശക്തിയിൽ പൂർണ്ണാർപ്പണം ചെയ്തതിനാൽ ആ യോഗമായ ശക്തി എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ ഭഗവത് ശക്തിയെക്കുറിച്ച് കുറച്ചെങ്കിലും അറിവുള്ളവരായി തീർന്നിരിക്കുന്നു. അല്ലയോ നാരദ മഹർഷി, ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിൽ അഭിവൃദ്ധി നേടാൻ ഭൗതികമായ യോഗ്യതകൾ ഒന്നും തന്നെ ആവശ്യമില്ല. അതായത് ഉന്നത കുലത്തിൽ ജനിക്കണമെന്നില്ല. പുരുഷനായാലും സ്ത്രീയായാലും താഴ്ന്ന ജാതിയിൽപ്പെട്ടവനായാലും ആ ഭഗവത് ശക്തിയിൽ പൂർണ്ണാർപ്പണം ചെയ്തവർക്ക് ആ മായാശക്തിയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തരായി തീരാൻ സാധിക്കും. ശൂദ്രപുത്രന്മാരായ വ്യാസദേവനും വിതുരരുമൊക്കെ അതിനുത്തമ ഉദാഹരണമാണ്. ആരാണോ ആത്മാർത്ഥമായി അതിനായി ആഗ്രഹിക്കുന്നത്, അവർക്ക് ശ്രേഷ്ഠനായ ഒരു ആത്മീയ ഗുരുവിനെ സമയമാവുമ്പോൾ ഭഗവാൻ തന്നെ അവരുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അല്ലയോ വത്സ, ഈ സ്പഷ്ട പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവായ ആ ഭഗവാനെക്കുറിച്ച് ഞാനിപ്പോൾ സംക്ഷേപമായി നിനക്ക് വിശദീകരിച്ചു കഴിഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ സത്തായും, അതായത് എല്ലാത്തിനും കാരണമായും, അസത്തായും, അതായത് ആ കാരണത്തിൽ നിന്നുമുണ്ടാകുന്ന ഭൗതിക പ്രപഞ്ചം, ഇങ്ങനെ ഉള്ളതെല്ലാം ആ ഭഗവാൻ ശ്രീഹരി തന്നെയാണ്. അതല്ലാതെ മറ്റൊരു കാരണവും ഇവിടെയില്ല. ഹേ നാരദ, ഈ ഭഗവത് ശാസ്ത്രമാകുന്ന ശ്രീമദ് ഭാഗവതം
സംക്ഷേപമായി എനിക്ക് അരുളി ചെയ്തു തന്നത് ആ ഭഗവാൻ ശ്രീഹരി തന്നെയാണ്. ഇപ്പോൾ സമയമായപ്പോൾ ഞാനത് അങ്ങേക്ക് പകർന്നു തന്നിരിക്കുന്നു. സർവചരാചരങ്ങളുടെ നിയന്താവും പരമാത്മാവുമായ ആ ഭഗവാൻ ശ്രീഹരിയിൽ മനുഷ്യർക്ക് പരമമായ ഭക്തി വളർത്തിയെടുക്കുന്നതിന് തികച്ചും അനുയോജ്യമാകും വിധം ഈ ഭാഗവതജ്ഞാനം ദയവായി അങ്ങനെ വിശദമാക്കിയാലും. ഗംഗാനദിയുടെ തീരത്തിരുന്ന് പരീക്ഷിത്ത് മഹാരാജാവ് ശ്രീ ശുകബ്രഹ്മർഷിയിൽ നിന്ന് ഇപ്രകാരം കേട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം ശ്രീ ശുകബ്രഹ്മർഷിയോട് ചോദിച്ചു. ബ്രഹ്മദേവനിൽ നിന്നും ഭാഗവതജ്ഞാനം ഉപദേശിക്കപ്പെട്ട നാരദ മഹർഷി തൻ്റെ വിഭിന്ന ശിഷ്യന്മാർക്ക് ആ ഭാഗവത തത്വത്തെ വിപുലീകരിച്ചു പറഞ്ഞുകൊടുത്തത് എപ്രകാരമാണ്? ആർക്കൊക്കെയാണ് അദ്ദേഹം അത് പറഞ്ഞുകൊടുത്തത്? നാരദ മഹർഷി വിശദീകരിച്ച ആ ഭാഗവതത്തെ അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. മരണമടുത്തിരിക്കുന്ന എനിക്ക് മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിച്ച് മറ്റൊരു ചിന്തയുമില്ലാതെ എൻ്റെ ശരീരം വെടിയാൻ സഹായിക്കുന്ന രീതിയിൽ അങ്ങെനിക്ക് ആ മാഹാത്മ്യത്തെ ദയവായി പറഞ്ഞു തന്നാലും. ഭഗവത് കഥകൾ നിരന്തരം കേൾക്കുന്നവൻ്റെ ഹൃദയത്തിൽ ഭഗവാനെ വളരെ പെട്ടെന്ന് അനുഭവിക്കാൻ സാധിക്കും. ആയതിനാൽ അല്ലയോ ശുകബ്രഹ്മർഷി, ആത്മാവ് ഒരു ശരീരം എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഈ വിരാട് പുരുഷനും ഒരു മനുഷ്യനും തമ്മിൽ ശരീരം കൊണ്ട് ഒരുപോലെയാണ്. അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓരോ കലിയുഗാന്ത്യത്തിലും ഉണ്ടാകുന്ന പ്രളയങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഓരോരോ കർമ്മങ്ങളാൽ ഓരോ ജീവാത്മാവും എവിടെയൊക്കെയാണ് ചെന്നെത്തുന്നത്? ഈ 14 ലോകങ്ങൾ ഉണ്ടാകാൻ കാരണമെന്താണ്? ഓരോ ലോകത്തിലുമുള്ള ജീവജാലങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? വർണ്ണാശ്രമധർമ്മം എന്നാൽ എന്താണ്? ഒപ്പം ഭഗവാന്റെ അവതാര ചരിതങ്ങൾ എന്തൊക്കെയാണ്? യോഗശാസ്ത്രം എന്നാൽ എന്താണ്? ആ ഭഗവാനെ വിധിപ്രകാരം പൂജിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു ഭക്തൻ പൂർണ്ണ അർപ്പണം ചെയ്യേണ്ടത് ആരിലാണ്? എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഭഗവാൻ മായയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് തൻ്റെ ലീലകൾ ആടുന്നത്? അതുപോലെ ആ മായയിൽ നിന്ന് മുക്തനായി ഒരു സാക്ഷിയായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ദൃഷ്ടാവായി നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ കാണുന്നത് എങ്ങനെയാണ്? ഇവയൊക്കെ എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. ഇവയെക്കുറിച്ച് ഇവിടെ ഗംഗാനദിയുടെ തീരത്ത് എത്തിച്ചേർന്ന മറ്റു ഋഷിമാരോട് ചോദിക്കാമെന്ന് ഞാൻ കരുതി. പക്ഷേ അപ്പോഴാണ് മനസ്സിലായത് അവരെല്ലാം അവരുടെ ഗുരുക്കന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ ജ്ഞാനം ഉൾക്കൊണ്ട് ഇരിക്കുന്നവരാണ്. എന്നാൽ ശ്രീ ശുകബ്രഹ്മർഷി അങ്ങ് ആ പരബ്രഹ്മത്തെ അറിഞ്ഞനുഭവിച്ചറിഞ്ഞ ഋഷിവര്യനാണ്. അതുമാത്രമല്ല, ഭാഗവതജ്ഞാനം സാക്ഷാൽ ശ്രീഹരിയിൽ നിന്നും ബ്രഹ്മദേവനും, ബ്രഹ്മദേവനിൽ നിന്ന് നാരദ മഹർഷിക്കും, നാരദ മഹർഷിയിൽ നിന്നും വ്യാസദേവനും ഉപദേശിക്കപ്പെട്ടതാണ്. വ്യാസദേവൻ അത് സ്വപുത്രനായ അങ്ങേക്ക്, അതായത് ശ്രീ ശുകബ്രഹ്മർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. ആയതിനാൽ എനിക്ക് ഭാഗവതം പറഞ്ഞു തരാൻ അങ്ങ് പൂർണ്ണ അർഹനാണ്. ഇനി പരീക്ഷിത്ത് പറയാണ്, ഇനി എൻ്റെ കാര്യമാകട്ടെ, ഞാനാകട്ടെ ഭഗവത് കഥകളാകുന്ന അമൃതത്തെ പാനം ചെയ്ത് മതിയായിട്ടുമില്ല. എനിക്ക് ഒരു ക്ഷീണവും തോന്നുന്നില്ല. ഈ എത്ര വേണമെങ്കിലും ഭഗവത് കഥകളെ പാനം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പരീക്ഷത്തിൻ്റെ ഈ ആഗ്രഹം കണ്ടപ്പോൾ, മരണം അടുത്തിരിക്കുമ്പോഴും അതിലൊരു ഭയവുമില്ലാതെ ഭഗവത് കഥകളിൽ ലയിച്ചിരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശം കണ്ട് ശ്രീ ശുകബ്രഹ്മർഷി അത്യധികം സന്തോഷവാനായി. അങ്ങനെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി കഥാരൂപത്തിൽ വളരെ ലളിതമായി ശ്രീമദ് ഭാഗവതത്തെ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുക്കുവാൻ തുടങ്ങി. പ്രണാമം.